ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിസ് റെമിഷൻ അല്ലെങ്കിൽ ഡയബറ്റിസ് റിവേഴ്സൽ എന്നതിനെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഡയബറ്റിസ് രോഗം എങ്ങനെയൊന്ന് തിരിച്ച് ഇല്ലാതാക്കി നോർമൽ ബ്ലഡ് ഷുഗറിലേക്ക് വരണമെന്ന്. പക്ഷേ പലപ്പോഴും ഇത് സാധിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. ഡയബറ്റിസ് റെമിഷനെ സംബന്ധിച്ചോളം പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് രോഗികളാണ് ഇത് സാധിക്കുകയുള്ളൂ. കാരണം ടൈപ്പ് 1 ആൾക്കാർ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്. അത് ചെറിയ പ്രായക്കാരിലാണ് വരുന്നത്. അവർക്ക് ഇത് റെമിഷൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഡയബറ്റിസ് മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് 90% ആൾക്കാരിലും ഉള്ളത്. അത് നമ്മൾ ഏർലി കണ്ടുപിടിക്കും. അതായത് 35-40 വയസ്സൊക്കെ ആരംഭത്തിൽ കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും നമ്മൾ നല്ലൊരു വെയിറ്റ് ലോസ് 10 to 15 കിലോഗ്രാം വെയിറ്റ് ലോസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, അതായത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മുടെ HbA1c ലെവല് ഒരു 6.5 താഴെ കൊണ്ടുവരാനും ബ്ലഡ് ഷുഗർ 100 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊക്കെ 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ താഴെ കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 കിലോഗ്രാം നമ്മുടെ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ 10 മില്ലിഗ്രാം ബ്ലഡ് ഷുഗർ താഴും. അപ്പോൾ നമ്മൾ 10 കിലോ കുറയ്ക്കുകയാണെങ്കിൽ 100 മില്ലിഗ്രാം ബ്ലഡ് ഷുഗർ താഴും. അതുകൂടാതെ നമ്മുടെ ലിവറിലും പൈൻക്രാസിലുള്ള ഫാറ്റ് അത് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഡയറ്റ് അതനുസരിച്ച്, അതായത് നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറയും. 800 കലോറീസ് നമ്മൾ പെർ ഡേ കഴിക്കാവുള്ളൂ. നോർമൽ സെഡൻഡറി, അതായത് നമ്മൾ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവർക്കും 1500 കലോറിയാണ് പെർ ഡേ ഒരു ദിവസത്തേന് വേണ്ടത്. അത് നമ്മൾ പകുതിയാക്കുന്നു, അതായത് 800 കലോറിയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ 800 കലോറി ആകുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഫാറ്റൊക്കെ ബ്രേക്ക് ഡൗൺ ആകും. അതായത് ഫാറ്റ് ഡെപ്പോസിറ്റ് നമുക്ക് മെയിനായിട്ട് ലിവറിലുണ്ട്, നമ്മുടെ മസിൽസിലുണ്ട്, പിന്നെ സ്കിന്നിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല വെയിറ്റ് ലോസ് വരും. ഒരു 10 കിലോ ഒക്കെ നമുക്കൊരു ശരിക്കും നല്ല ഡയറ്റ്, അതായത് വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം 800 കലോറിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 മാസങ്ങൾ കൊണ്ട് നമുക്ക് 5-8 കിലോ കുറയ്ക്കാൻ പറ്റും. ഒരു 6 മാസം കൊണ്ട് എന്തായാലും നമുക്കൊരു 10 കിലോ കുറച്ച് നമ്മുടെ ബ്ലഡ് ഷുഗറും HbA1c ഒക്കെ നോർമൽ ലെവലിലെത്തി മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അത് എത്ര നാൾ തുടരാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനെപ്പറ്റിയുള്ള സംശയം. പലപ്പോഴും നമ്മൾ വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് നമുക്കറിയാം. രാവിലെ 2 വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ 2 മുട്ടയുടെ വെള്ളം, ഉച്ചയ്ക്ക് നമ്മളൊന്ന് ഓട്സ് അല്ലെങ്കിൽ ചപ്പാത്തി, സലാഡ്, വൈകുന്നേരം നമ്മൾ സലാഡ് അല്ലെങ്കിൽ നമ്മൾ സ്മൂത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം. മധുരം പറ്റിയല്ല, നമുക്ക് ബേക്കറി സാധനങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ റൈസ് കഴിക്കാൻ പറ്റിയല്ല. പിന്നെ നമ്മൾ മീറ്റ് ഐറ്റംസ് ചിക്കൻ കഴിക്കാൻ പറ്റും. കാരണം ചിക്കന് കൂടുതൽ ഭാഗം അത് ഇത് കലോറി പൈസ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. മുട്ടയ്ക്കാണെങ്കിൽ വെള്ളയെ കഴിക്കാൻ പറ്റുള്ളൂ, ഫിഷ് കഴിക്കാൻ പറ്റും. എണ്ണ ഒഴിവാക്കേണ്ട വരും, ഓയിൽസ്, എണ്ണ, ഡയറക്റ്റ് മധുരമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറ്റ് നമ്മൾ കഴിച്ച് നമ്മൾ എത്ര നാൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിൻ്റെ മരുന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് HbA1c ഒക്കെ നമുക്ക് 6.5 താഴെ കൊണ്ടുവരാനും നമുക്ക് ഷുഗർ എപ്പോഴും ഒരു 100 മില്ലിഗ്രാം ഫാസ്റ്റ് ഷുഗർ എപ്പോഴും ഒരു 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ താഴ്ത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഇത് സാധിക്കണമെന്നില്ല. നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. കൂടാതെ എക്സസൈസ്, ആഴ്ചയിൽ 5 ദിവസം ഒരു 30 മിനിറ്റ്സ് വെച്ച് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആഴ്ചയിൽ 5 ദിവസം ഒരു അരമണിക്കൂർ നടക്കുകയോ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ജോഗിങ്, സൈക്ലിങ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്കൊരു ആക്ടിവിറ്റികൾ ചെയ്ത് അതുകൊണ്ട് കലോറി കട്ട് ചെയ്ത് നമ്മൾ അരമണിക്കൂർ എക്സസൈസ് ചെയ്താലും 200 തൊട്ട് ഒരു 300 കലോറി വരെ നമുക്ക് ഒരു ദിവസം കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എക്സസൈസ് നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടി, കൂടാതെ നമുക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പം ധാരാളം വെള്ളം കുടിക്കുകയും ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി ഒരു ചെറിയ എക്സസൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ ഡയറ്റ് ഫോളോ ചെയ്ത് വെരി ലോ കാർബോഹൈഡ്രേറ്റ് 800 കലോറിയുള്ള ഡയറ്റ് ഫോളോ ചെയ്ത് ഈ അരമണിക്കൂർ എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് വരികയും നമ്മുടെ ഷുഗറും HbA1cയും കൺട്രോൾ ആവുകയും അങ്ങനെ ഡയബറ്റീസിനുള്ള മരുന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇത് തുടക്കക്കാർക്കാണ് ഇത് പറ്റുന്നത്. അപ്പം നമുക്ക് ഷുഗർ വർഷങ്ങളായിട്ടുണ്ട്, നമുക്ക് കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൈകാലിന് മരപ്പുണ്ട്, ഹാർട്ടിനൊക്കെ ബ്ലോക്ക് ഉണ്ട്, അങ്ങനെ വേറെ പലവിധ ഹൈ പ്രഷറുണ്ട്, അല്ലെങ്കിൽ നേരത്തെ സ്ട്രോക്കൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉണ്ട്. അവർക്കൊക്കെ ആകുമ്പോൾ ഇത് പാടായിരിക്കും. കാരണം എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൂ. അപ്പം പലപ്പോഴും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നമുക്കറിയാം നമ്മുടെ ഫാറ്റ് ലിവർ മാറുന്നുണ്ട്, നമ്മുടെ കൊളസ്ട്രോൾ നോർമൽ ലെവലാവുന്നുണ്ട്, BP നോർമൽ ആകുന്നുണ്ട്, ബ്ലഡ് ഷുഗർ നോർമൽ ആകുന്നുണ്ട്, വെയിറ്റ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ഹൃദയവും കിഡ്നിയുടെ ഫംഗ്ഷനും ലിവറിൻ്റെ ഫംഗ്ഷനും ഹാർട്ടിൻ്റെ ഫംഗ്ഷനും ഒക്കെ നന്നാക്കി എടുക്കാനും ഈ വെയിറ്റ് ലോസ് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ മാർക്ക് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. എന്നാലും ഏർലി ഡയബറ്റിക് തുടക്കക്കാർക്കാണ് ഇത് കൂടുതൽ നടപ്പാക്കാൻ പറ്റുന്നത്. ഇത് അപ്പം 800 കലോറി കഴിച്ചുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ നോർമലാക്കി ഒരു എക്സസൈസും ചെയ്ത് ഒരു മരുന്നൊന്നും കൂടാതെ ഡയബറ്റീസിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ
അറിയാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒത്തിരി പഴയ ഡയബറ്റീസുകാർക്ക് അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, അതുകൂടാതെ തൈറോയ്ഡ് പ്രോബ്ലംസ്, അപ്പം കിഡ്നിക്കൊക്കെ പ്രോബ്ലം ഉള്ളവർ ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പാടില്ല. അവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് തീർച്ചയായിട്ടും കഴിക്കേണ്ടതാണ്. താങ്ക് യു.